ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഡ്രസ്സിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെൻസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രോക്കിൻ്റെ നെക്കിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാനായിട്ട് റെഡ് കളർ ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ത്രെഡ് എടുത്തിരിക്കുന്നത് 6 ലെയറിലാണ്. ഈ ഒരു റൗണ്ടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. മുന്നേ ഞാൻ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. ത്രെഡ് നീഡിലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയതിന് ശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. ഈ സ്റ്റിച്ചുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കാം. ക്ലോത്ത് റൊട്ടേറ്റ് ചെയ്ത് ഈ റൗണ്ട് നമ്മൾ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണിത്. മാർക്ക് ചെയ്ത് കൊടുത്ത റൗണ്ട്സിൽ അത്രയും നമുക്ക് ഇതുപോലെ തന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 രീതിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ ഫ്രെയിം ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിച്ച് കഴിയാറായിട്ടുണ്ട്. ലാസ്റ്റത്തെ പാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണോ എൻഡ് ചെയ്തത് എന്ന് മനസ്സിലാവാൻ പാടില്ല. ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ. ഇനി നീഡിൽ താഴെ ഇറക്കി കൊടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടൺ ഹോൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ സെൻട്രലായിട്ട് വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കണം. നോർമൽ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെയും സെൻട്രലായിട്ട് വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാം. ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് സിംഗിളായിട്ടോ ഡബിളായിട്ടോ ത്രെഡ് എടുക്കാവുന്നതാണ്. ഓരോ ബീഡ്സിന് 2 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ബീഡ്സ് ഇളകി വരാതിരിക്കുള്ളൂ. എല്ലാ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെയും സെൻട്രലായിട്ട് ഇതുപോലെ വൈറ്റ് ബീഡ്സ് വെച്ച് കൊടുക്കാം. വൈറ്റ് ബീഡ്സ് ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 3 കളേഴ്സിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സീക്വൻസും. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് നമുക്ക് സ്കാറ്റേർഡ് ആയിട്ട് ഈ ബീഡ്സും സീക്വൻസും വെച്ച് കൊടുക്കാം. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ബീഡ്സ് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ വൈറ്റ് ബീഡ്സും ഒക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്കിൽ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്